തന്ത്രത്തിലൂടെയാണ് റിപ്പോർട്ടർ ചാനലിന്റെ തീവ്രവാദിയായ റാഹിം പറഞ്ഞു വിട്ടത്. ഈ തീവ്രവാദി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഇതിനു മുമ്പ് അതുപോലെ എന്തെങ്കിലും തീവ്രവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടുള്ള ഉണ്ട്? അല്ല, ഒരു മാധ്യമ പ്രവർത്തകന് തീവ്രവാദി എനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക്, താൻ ആരാണെന്ന്. അത് എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് തരണം. താൻ കൂടുതൽ കസർക്കൊന്നും വേണ്ട. എനിക്ക് അയാൾ തീവ്രവാദിന്റെ അടുക്കള കൊണ്ട് ഞാൻ എനിക്ക് പറയാനുള്ള പറയടൂ. താൻ വെറുതെ കളിക്കാതെ, വെറുതെ വിരട്ടാ തന്നെ. താൻ വിരട്ട് കാര്യം അയാളെ തീവ്രവാദിയാണെന്നുള്ള എനിക്ക് ചില ഇൻഫർമേഷൻ കിട്ടിയത് പറഞ്ഞു. അത് ആ അടിസ്ഥാനത്തിൽ നിങ്ങളോട് പറയേണ്ട കാര്യം എനിക്കില്ല. ആരോട് കേട്ടോ? ആരാണ് താനെന്ന് എനിക്ക് മനസ്സിലായി. ഞാനിത് പരിശോധന അറിയണം. മര്യാദ എടുത്തിട്ട് വയ്ക്കോളാം. കുറെ ആയത് താൻ അവിടെ കുറെ കസറി, ഇവിടെ വന്ന് വേറെയും കസറ, ഇവിടെ വന്ന് തന്റെ കൊമ്പൊന്നും ഇവിടെ എടുക്കണ്ട. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ട് പറയണ കേട്ടാ മതി. പറയാൻ വേറെ വല്ല വിളിച്ച് പോയി ചർച്ച. അത് ഞാനെ വിളിച്ചത് താൻ പറഞ്ഞ അതെ, നിങ്ങൾ വേറെ വല്ലയിടത്ത് പോയി ചർച്ച ചെയ്തോളാം. അതെ, നിങ്ങളുടെ മുമ്പ് ചർച്ച ചെയ്യാനില്ല. തന്റെ മുമ്പ് ചർച്ച ഞാൻ പറയും. ഇതിന് മറുപടി പറയാനല്ല ഞാൻ ഇരിക്കണത്. അടിച്ച് പുറത്താക്കണം, അതേ വഴി. ബാലേട്ടന്റെ മാനസികാവസ്ഥയ്ക്ക് എന്തോ പ്രശ്നമുണ്ടോ? അത് തന്നെയാ വേറൊരു ഭാഷയിൽ ഞാൻ പറഞ്ഞത്, ഭ്രാന്താണ്. തൽക്കാലം ഇത്രയും മതി, വരട്ടെ.